Welcome to the fourth session of the course on Banking Law and Financial Regulation, conducted by LGRF Center for Continuing Legal Education. Today, we have with us Mr. Amit Varghese, AGM Law of State Bank of India. Amit sir had enrolled as an advocate in the year 2002. After 5 years of practice, he joined as law officer at HDFC Limited. Thereafter, he joined Federal Bank as assistant manager of law, and in the year 2013, he joined SBI as manager in law department. He has experience of 5 years in handling commercial client group and of 6 years experience in project finance at SBI. Sir presently holds the position of AGM Law of Head Office of SBI Law Department. Today, Sir would be conducting the class on the module Banking Trends and Practical Aspects. Welcome, sir. I'm Amit. So currently I work with State Bank of India. So today we have because we are dealing with this module number 5. Guess I think it's module number 5, correct? Yes. So, okay. So a lot of topics in module number 5. I think we have very limited time at our disposal. So we won't be getting enough time to go deep into all these subjects. So what we'll be doing is we'll just make it a discussion. I'll just give you an overall idea or an overview about some of these topics, so you'll understand. Not a deep kind of discussion, but at least you'll come to know when you hear these names like a standby letter of credit or a letter of credit or an InvIT or a REIT, all these things, what it is. So I'll just give you an idea. Plus, there are certain other things which they've written here is the opportunities in banking sector, or what is it, banking field as for a lawyer. Okay, so ഇതിന്റെ അകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും all are advocates, right? Yes, sir. എല്ലാവരും അഡ്വക്കേറ്റ്സ് ആണ്. എത്ര വർഷം പ്രാക്ടീസ് ഉണ്ടാവും ആവറേജ്? എല്ലാവരും റീസെന്റ് എൻറോൾഡ് ആയിട്ട് അഡ്വക്കേറ്റ്സ് ആണ്. ഒരു മാക്സിമം ഒരു 2 years, 1 or 2 years. ഓക്കെ, ഫൈൻ. സോ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഈ നമ്മൾ ലോ പഠിച്ചു കഴിയുമ്പോൾ ഐ തിങ്ക് എവറി വൺ ഈസ് ഇൻ കേരള. സോ കേരളത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ്. ഐ എം നോട്ട് ആൻ എക്സ്പേർട്ട് ഇൻ ദ ഏരിയ ഓഫ് കരിയർ ഡെവലപ്മെന്റ് ഓർ നിങ്ങളുടെ കരിയറിന്റെ ഒരു ആ ഒരു ഏരിയയിൽ ഞാൻ എക്സ്പേർട്ട് അല്ല. ബട്ട് വാട്ട് ഐ ഹവ് സീൻ, ഞാൻ എന്ത് കണ്ടതും എൻ്റെ ഫ്രണ്ട്സിന്റെ എന്റെയും കാര്യത്തൊക്കെ വെച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു കാര്യമാണ്. അതായത് ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഈ നമ്മുടെ കേരളത്തില് ദർ ആർ നോ ബിഗ് ഇൻഡസ്ട്രീസ്. ഈ ഇൻഡസ്ട്രീസ് ഇല്ലാത്തതുകൊണ്ട് ഒരുവിധപ്പെട്ട ബാങ്കിന്റെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഒന്നും നിങ്ങൾ ബാങ്കിൽ ലോ ഓഫീസർ എന്താണ്, നിങ്ങൾ അതെങ്കിലും പറയാൻ പറ്റുമോ? ബാങ്കിൽ ലോ ഓഫീസർ എന്താണ് ചെയ്യുന്നത്? ഒരു ലോ ഓഫീസർ എന്തിനാണ് ബാങ്കിൽ? അല്ലെങ്കിൽ ബാങ്കിൽ അവരെന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ? അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ലോ ഓഫീസറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ആർക്കെങ്കിലും നിങ്ങൾ നോക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എനിവൺ? Let's make it an interactive section. ഞാനിങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനൊരിതില്ല. ഡോക്യുമെന്റ്സ് ഒരു പാർട്ടാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു 90% ലോ ഓഫീസേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോണിൽ ഇരുന്നിട്ട് ആ സോണിലുള്ള കുറേ ബ്രാഞ്ചസ് ആണ്. ഇപ്പൊ ഞാൻ ഒരു ബാങ്കിന്റെ കാര്യം പറഞ്ഞുതരാം. ബാങ്കിൽ അവിടെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവും. ഒന്ന് കൺസ്യൂമർ കേസസ് ഉണ്ടാവും. ഒത്തിരി കൺസ്യൂമേഴ്സ് ബാങ്കിനെതിരെ കേസ് കൊടുക്കുക. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നോക്കുക, അഡ്വക്കേറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, നിങ്ങൾ എഴുതുന്ന വെർഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെ കുറച്ച് ലിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഹൈക്കോർട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ റിട്ട് വരും, നിങ്ങൾ ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ആണെങ്കിൽ. അപ്പൊ അത് നോക്കുക. അപ്പൊ ലിറ്റിഗേഷൻ മാനേജ്മെന്റ് ഒരു ഏരിയ ആണ്. 2, ബാങ്കിൽ അല്ലാത്ത ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം ഡെത്ത് സെറ്റിൽമെന്റ് ക്ലെയിം എന്ന് പറയുന്ന ഭയങ്കര എപ്പോഴും ഇഷ്യൂസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ നോർമൽ ബാങ്കിൽ. അതായത് ഒരു വലിയൊരു ഡെപ്പോസിറ്റും ഒക്കെ ഉള്ള ഒരാൾ മരിച്ചുപോയി നോക്കുക. മരിച്ചുപോയി, വില്ലില്ല, നോമിനി ഇല്ല. ദർ ഇസ് എ കൺസെപ്റ്റ് കോൾഡ് നോമിനി. you'll be knowing it, right? It is coming from the Banking Regulation Act. ഈ നോമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ അവിടെ നോമിനി വെക്കാൻ ഒരു ഓപ്ഷൻ. അപ്പൊ നോമിനി ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദാറ്റ്
account holder dies, the bank will pay that amount to the nominee. ഇത് ബാങ്കിന്റെ തലവേദന കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. ആൾക്കാർ വിചാരിക്കും അവർക്കൊരു ആക്ച്വലി ഈ നോമിനേഷൻ വന്നതിന്റെ ബാങ്കിന്റെ ഒരു തലവേദന കുറയ്ക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. അതായത് ബാങ്കിനെ സംബന്ധിച്ചോളം, if there is a nominee and after the death, once the amount is paid to the nominee, the bank is out of this entire issues, means entire thing. ബാങ്കിന് പിന്നെ അതിനൊന്നും ആലോചിക്കേണ്ടതില്ല, അത് പോയി. But actually, as per law, nominee is not the person, she need not be always the person who is entitled to get the amount. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അവരുടെ പ്രോപ്പർട്ടി ഇറ്റ് ഷുഡ് ഗോ ടു ദ ലീഗൽ ഹയേഴ്സ് ആണല്ലോ. നിങ്ങളെല്ലാം പഠിച്ചോളൂ, ലീഗൽ ഹയേഴ്സ്. ഇപ്പൊ ഹിന്ദു ആണെങ്കിലും അതിന്റെ രീതിയിൽ ലീഗൽ ഹയേഴ്സിനാണ്. നോമിനി ഈസ് നോട്ട് നോമിനി ഈസ് നോട്ട് എ ലീഗൽ ഹയർ. ആരെ വേണമെങ്കിലും നോമിനി ആക്കാം, അല്ലെങ്കിൽ ഒരു ലീഗൽ ഹയർ ആയിരിക്കും നോമിനി. See, the nominee cannot take that amount entirely and he cannot appropriate it for himself. It's not the legal position. The legal position of a nominee is that of a trustee. Nominee will be holding that money in trust for all the legal hires. അപ്പൊ നോമിനിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കിട്ടുന്ന പൈസ നോമിനി cannot take it. He has to give it to the legal hires. അപ്പം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നോമിനിക്ക് കൊടുക്കുന്നതോടുകൂടി ബാങ്ക് ആ ഒരു ഇഷ്യൂന്ന് പുറത്തായി. പിന്നെ എന്തെങ്കിലും ഇഷ്യോ വഴക്കം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ആയിക്കോളും, ബാങ്കിന് പിന്നെ അതിൽ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഈ നോമിനി. അപ്പൊ ഈ നോമിനി ഇല്ലാത്ത കേസിൽ ഒത്തിരി ക്ലെയിംസ് വരും ബാങ്കിൽ. ഒരാൾ പറയും ഞാനാണ് വൈഫ്, ഇപ്പം വേറൊരു പെണ്ണ് വരും അവരാണ് വൈഫ്. ഇങ്ങനെ ഒത്തിരി ഇത് വരുമ്പോഴത്തേക്ക് ഇതിൽ ആരാണ്, പിന്നെ ഇതിന്റെ അത് സക്സഷൻ സർട്ടിഫിക്കറ്റ് ചിലപ്പം കൊണ്ടുവരണോ, സക്സഷൻ സർട്ടിഫിക്കറ്റ് വേണോ, ലീഗൽ ആക്ഷൻ സർട്ടിഫിക്കറ്റ് വേണോ, അപ്പൊ ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് ഡോക്യുമെന്റ് വേണ്ടത്, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇതൊരു സെറ്റിൽമെന്റ് ഓഫ് ക്ലെയിംസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അത് സെറ്റിൽമെന്റ് ഓഫ് ക്ലെയിംസിൽ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നുള്ള ഡോക്യുമെന്റേഷൻ ആണ്. ഇപ്പം ഈ അഡ്വക്കേറ്റ്സിനുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക്സ് എംപാനൽ അഡ്വക്കേറ്റ്സ്. ഈ എംപാനൽ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് അഡ്വക്കേറ്റ്സിനെ എംപാനൽ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന് കേസ് ഉണ്ടെങ്കിൽ ബാങ്ക് എപ്പോഴും ആ പാനലിലുള്ള അഡ്വക്കേറ്റിനായിരിക്കും ഈ കേസ് കൊടുക്കുക, ബാങ്കിന്റെ പാനലിലുള്ള അഡ്വക്കേറ്റിനായിരിക്കും ഈ കേസ് കൊടുക്കുക. രണ്ട്, എല്ലാ കേസിലും പ്രോപ്പർട്ടി നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് എടുക്കുമ്പോൾ പ്രോപ്പർട്ടി വെദർ ദ പ്രോപ്പർട്ടി ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് എന്താണ് ഇറ്റ്സ് ക്ലിയർ മാർക്കറ്റബിൾ അബ്സല്യൂട്ട് എന്നുള്ളൊരു കാര്യം നോക്കണമെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഹൗസിംഗ് ലോണൊക്കെ എടുക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദേ വിൽ ഗിവ് ദ എൻറ്റയർ ഡോക്യുമെന്റ് ടു ദ അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് വിൽ ഗോ ത്രൂ ഓൾ ദ ഡോക്യുമെന്റ്, ദെൻ ഹീൽ ഗിവ് എ റിപ്പോർട്ട് ടു ദ ബാങ്ക് സ്റ്റേറ്റിംഗ് ദാറ്റ് the title is clear, marketable, the borrower's title over the property is clear, marketable and absolute. അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് ആ ഒരു ലെൻഡിങ് ചെയ്യുള്ളൂ, ആ ഒരു സെക്യൂരിറ്റി എടുക്കുള്ളൂ. അപ്പം അത് ചെയ്യുന്നത് പാനൽ അഡ്വക്കേറ്റ്സ് ആണ്. അപ്പം ഒരു അഡ്വക്കേറ്റ്സിനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് വെളിയിൽ നിന്നുകൊണ്ടുള്ള ഇൻ ഹൗസ് ലോയർ അല്ല, വെളിയിൽ നിന്ന് അഡ്വക്കേറ്റ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദേ ക്യാൻ ബി ബിക്കം മെമ്പർ ഓഫ് ദ പാനൽ ഓഫ് അഡ്വക്കേറ്റ് ബൈ ദ ഓഫ് എ പെർട്ടിക്കുലർ ബാങ്ക്. ബാങ്കിന്റെ പാനലിൽ അഡ്വക്കേറ്റ് ആയിട്ട് കയറാൻ പറ്റും. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അഡ്വക്കേറ്റ്സിന് വേണമെങ്കിൽ. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങളും ചെയ്യാം. പാനലിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ടൈറ്റിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, അപ്പൊ അതിൻ്റെതായ ഫീസ്, ബാങ്കിന് ഫീസ് ഉണ്ട്, അപ്പൊ അത് അഡ്വക്കേറ്റ്സിന് കൊടുക്കും. കേസ് നടത്തുന്നതിന് ഫീസ് ഉണ്ട്, അത് അഡ്വക്കേറ്റിന് കൊടുക്കും. അപ്പൊ ഈ പാനലിൽ വന്നു കഴിഞ്ഞാൽ പാനൽ ലോയേഴ്സിനാണ് ഈ ടൈറ്റിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊക്കെ അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് പൈസ കൊടുക്കും. അപ്പൊ അതൊരു ഏരിയ ആണ്. അപ്പൊ അത് നോക്കുക, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നോക്കുക. പിന്നെ രണ്ട്, ഈ റിക്കവറി ഒക്കെ നടക്കുമ്പോൾ സർഫേസി ആക്ട് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, സർഫേസി ആക്ട് അനുസരിച്ച് റിക്കവറി നടക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇങ്ങനെ ഒരു ഏരിയ ആണ് അഡ്വക്കേറ്റ്സ് സാധാരണഗതിയിൽ, അഡ്വക്കേറ്റ്സ് അല്ല, ബാങ്കിലെ ഇൻഹൗസ് ലോയേഴ്സ് കൂടുതൽ പേരും നോക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് രണ്ടാമതൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്കിന് വേറെ കുറച്ച് ഓരോ വെർട്ടിക്കൽ എന്ന് പറയുന്നത്, ബാങ്കിന്റെ ഓരോ ഏരിയ ബാങ്ക് ഓരോരോ വെർട്ടിക്കൽ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സി ഫോർ എക്സാമ്പിൾ, ഹൈ വാല്യൂ റിക്കവറി കേസസ് എല്ലാം നോക്കാൻ വേണ്ടി സ്ട്രെസ്ഡ് അസറ്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ്, ഇത് SBI യിലുള്ള പേരാണ് ഈ സ്ട്രെസ്ഡ് അസറ്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വേറെ ഒരു ബാങ്കിലാണെങ്കിൽ ഇതേ സാധനം തന്നെ, പക്ഷെ പേര് ചിലപ്പം ഇപ്പം ഫെഡറൽ ബാങ്കിലാണെങ്കിൽ ARC എന്ന് പറഞ്ഞാൽ അസറ്റ് റിക്കവറി സെന്റർ എന്നുള്ള പേരിൽ ആയിരുന്നു തോന്നുന്നു. അതിപ്പോ മാറ്റിയോന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അങ്ങനെ ഒരു പേരിലായിരുന്നു, ARD അസറ്റ് റിക്കവറി ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ചിലപ്പം റീക്രിസ്റ്റൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഓരോ ബാങ്കിലും അതിൻ്റെ, ഇപ്പം HDFCയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ റിക്കവറീസ് എന്നാണ് അതിന് പറയുന്നത്, വേറെ പ്രത്യേകിച്ച് വരുന്നില്ല, റിക്കവറീസ്. അപ്പം ഈ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാവും, ഇപ്പം അദാനിയുടെ ഏതെങ്കിലും, അല്ലെങ്കിൽ അംബാനി, അല്ലെങ്കിൽ എയർ ഇന്ത്യ, അല്ലെങ്കിൽ വിജയ് മല്യയുടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയ് മല്യയുടെ റിക്കവറിയുടെ പ്രോസസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് കുറെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. അപ്പൊ ഇംഗ്ലണ്ടിലും ഇപ്പം നമ്മുടെ ലോ ഓഫീസർ കഴിഞ്ഞ മാസം എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ലോ ഓഫീസർ പോയി ഇംഗ്ലണ്ടിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് മല്യയുടെ കുറെ അസറ്റ്സ് ഇംഗ്ലണ്ടിലാണ്. അപ്പൊ അവിടെയും ഈ റിക്കവറി പ്രൊസീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ബാങ്ക്രപ്സി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കുറെ അസറ്റ്സ് അവിടെ
ഒരു ട്രസ്റ്റി, ബാങ്ക്രപ്സി ട്രസ്റ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. അപ്പൊ ബാങ്ക്രപ്സി ട്രസ്റ്റിയുടെ കയ്യിലാണ്. അപ്പൊ ഈ ട്രസ്റ്റിയുടെ കയ്യിൽ ഈ ടിപ്പുവിന്റെ വാളൊക്കെ ഉണ്ട് അവിടെ. ഈ ടിപ്പുവിന്റെ വാള് പണ്ടപ്പോഴോ ഇയാൾ ഓപ്ഷനൊക്കെ ചെയ്ത് വാങ്ങിച്ചതാണ് ഈ വിജയ് മല്യ. അപ്പൊ സോ ഇറ്റ്സ് അസെറ്റ് നൗ, സോ ഇറ്റ് ഈസ് വിത്ത് ദ ട്രസ്റ്റി നൗ. അപ്പൊ ഇതിന്റെ കേസിനൊക്കെ ആയിട്ട് ഇപ്പോൾ ലോ ഓഫീസറാണ് അവിടെ ഒരാൾ അവിടെ പോയി, സീനിയർ ആയിട്ടുള്ള ഒരു ലോ ഓഫീസറാണ് ലണ്ടനിൽ പോയി അവിടുത്തെ ലോ ഫോമുമായിട്ടൊക്കെ ചർച്ച നടത്തുക. അപ്പൊ ഇതേപോലെ ഒരു റിക്കവറിയുടെ ഒരു വലിയ ഗ്രൂപ്പ് കാണും, ഹൈ വാല്യൂ റിക്കവറീസിന് വേണ്ടിയിട്ട്. അപ്പൊ അവരായിരിക്കും NCLT-യുടെ കേസിൽ ഇൻസോൾവൻസി, മറ്റേ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്, IBC എന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഡീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സോ IBC-യുടെ ഇതിൽ വരും. അപ്പൊ അതൊക്കെ നോക്കാൻ വേണ്ടി ഒരു വലിയ വേർട്ടിക്കൽ ഉണ്ടാവും. ദെൻ കംസ് ദ കോർപ്പറേറ്റ് വേർട്ടിക്കൽ. കോർപ്പറേറ്റ് വേർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ കോർപ്പറേറ്റ്സിന് ലോൺ കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക. അപ്പം ഹൈ വാല്യൂ കോർപ്പറേറ്റ്സിന് ലോൺ എന്ന് പറയുമ്പോൾ അത് വർക്കിംഗ് ക്യാപിറ്റൽ, അങ്ങനെ പല രീതിയിൽ കൊടുക്കും. ടേം ലോൺസ്, അവർക്ക് ബിസിനസ് തുടങ്ങാൻ, അവർക്ക് ഒത്തിരി വലിയ സ്റ്റീൽ പ്ലാന്റിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ എയർപോർട്ടിന്റെ പ്രവർത്തനം, സോ ഇങ്ങനെ ഒത്തിരി വലിയ ലോൺ കൊടുക്കുന്ന കോർപ്പറേറ്റ് വേർട്ടിക്കൽ ഉണ്ടാവും. സോ ദേ കോൾ ഇറ്റ് കോർപ്പറേറ്റ് വേർട്ടിക്കൽ, കോർപ്പറേറ്റ് ക്ലയൻസ് ഗ്രൂപ്പ് എന്ന് കണ്ടു ആ രീതിയിലുള്ള പേരിൽ പല ബാങ്കിലും പല പേരായിരിക്കും. പിന്നുള്ള ഒരു വേർട്ടിക്കലാണ്, അത് വളരെ കുറച്ച് ബാങ്ക്സിനുള്ളൂ, പ്രോജക്ട് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു വേർട്ടിക്കലുണ്ട്. ഞാൻ കുറച്ച് ഒരു 5-6 വർഷം എനിക്ക് അവിടെ പ്രോജക്ട് ഫിനാൻസിൽ വർക്ക് ചെയ്യാൻ പറ്റി SBI-ൽ. സോ പ്രോജക്ട് ഫിനാൻസ് ഇസ് എ ഹ്യൂജ് വേർട്ടിക്കൽ വേർ ഓൾ ദ ബിഗ് പ്രോജക്ട് എന്ന് പറയുമ്പോൾ ഹൈവേസ്, എയർപോർട്ട്സ്, പോർട്സ്, അല്ലെങ്കിൽ വേറെ എന്താ ഈ LNG ടെർമിനൽസ്, മൈൻ, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ. പിന്നെ സോളാർ പവർ പ്രോജക്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്, ഇന്ത്യ ആൻഡ് അബ്രോഡ്. ഇപ്പം ഞങ്ങൾ ചെയ്തതാണ് മറ്റേ അദാനിയുടെ ഓസ്ട്രേലിയയിലുള്ള പ്രോജക്ട് ഞങ്ങൾ SBI-ൽ ബോംബെ നിന്നാണ് ചെയ്തത്. അപ്പം വി ഹാഡ് എ ലോട്ട് ഓഫ് ഡിസ്കഷൻസ് വിത്ത് ഓസ്ട്രേലിയൻ ലോ ഫോം, ഇന്ത്യൻ ലോ ഫോം, ഫോറിൻ ലോ ഇൻവോൾവ്മെന്റ്, ന്യൂ കൺസെപ്റ്റ് കമ്മിങ് ഇൻ ടു ദ പിക്ചർ. സോ അങ്ങനെ ഒത്തിരി ഒരു വലിയൊരു വേർട്ടിക്കലാണ് ഈ പ്രോജക്ട് ഫിനാൻസ് പറയുന്നത്. ഇപ്പൊ ഹൈവേസ് കേരളത്തിൽ കുറവാണ് പ്രോജക്ട്സ്, അങ്ങനെ ചില കുഞ്ഞു ഹൈവേയുടെ പോർഷൻസ് അല്ലാതെ ഒരു വലിയൊരു പ്രോജക്റ്റ് എന്ന് പറയാൻ കേരളത്തിൽ അങ്ങനെ ഇപ്പം അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ഒരു ഞാനിത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഗ് വേർട്ടിക്കൽസിനും ലോ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെയുള്ള ലോ ഓഫീസേഴ്സിന് ഒരു അല്പം വിസിബിലിറ്റി കൂടുതലായിരിക്കും വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ സാധാരണ ഒരു 90 പേരും ഒരേ ടൈപ്പ് വർക്ക് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു ഞാൻ പറഞ്ഞ 2-3 വെർട്ടിക്കലിൽ വരുന്നവര് ഒരു 10 പേര് കാണുള്ളൂ. അല്ല, അവർക്കൊരു അല്പം ഒരു വിസിബിലിറ്റി ആ ബാങ്കിൽ കൂടുതലുണ്ടാവും. സോ ഇഫ് യു ഗെറ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഇറ്റ്സ് ഗുഡ്. പക്ഷെ ഇതിന്റെയൊക്കെ കുഴപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ കേരള. ഈ കേരളത്തിൽ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ, അതായത് ഇഫ് യു ആർ thinking of moving to a corporate sector or a banking sector or a finance side, then നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ബെസ്റ്റ് തിങ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന്, യു ഹാവ് ടു മൂവ് ഔട്ട് ഓഫ് കേരള. നിങ്ങൾക്ക് കേരളത്തിന് വെളിയിൽ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടൈപ്പിലുള്ള, കേരളത്തിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, കേരളത്തിൽ നിൽക്കുമ്പം അതിൻ്റെ കുറച്ച് പേർക്ക് പറ്റുമായിരിക്കും, വളരെ കുറച്ച് പേർക്ക് പറ്റുമായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് ഒരു നല്ല ലെവലിൽ ഒരു എക്സ്പോഷറാണ്. നമുക്ക് ഇങ്ങനെ വലിയ കേസുകൾ ചെയ്യാൻ പറ്റുക, നമ്മൾ അതിന്റെ പാർട്ടാവുക. ഇപ്പം നമുക്കിപ്പം ഒരു വലിയ ഹൈവേ, ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ, അപ്പം അല്ലെങ്കിൽ ഇപ്പൊ ഈ അദാനിയുടെ ഓസ്ട്രേലിയൻ മൈനിങ് ആൻഡ്, ഇവിടെ മൈനിങ് പ്രോജക്ട് മാത്രമല്ല, മൈൻ ആൻഡ് റെയിൽവേ പ്രോജക്ട് ഉണ്ട്. അതായത് മൈൻ എടുക്കുന്ന സ്ഥലത്തുനിന്ന് റെയിൽവേ വഴിയാണ് ഈ മൈൻ എക്സ്കവേറ്റ് ചെയ്ത് അവരുടെ ഒരു അബോട്ട് പോയിന്റ് എന്ന് പറയുന്ന ഒരു പോർട്ട് ഉണ്ട്. അബോട്ട് പോയിന്റിൽ പോയിട്ട് അവിടെ നിന്നാണ് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ സാധനം. അപ്പൊ ഈ അബോട്ട് പോയിന്റ് എന്ന് പറയുന്ന ഒരു പോർട്ടാണ്. അപ്പൊ ഈ അബോട്ട് പോയിന്റ്, ഈ കാർമൈക്കിൾ എന്ന് പറയുന്ന സ്ഥലമാണ് മൈൻ. സോ കാർമൈക്കിൾ ടു അബോട്ട് പോയിന്റ് റെയിൽവേ ലൈൻ വേണം. അപ്പൊ അതും ഈ പ്രോജക്ടിന്റെ പാർട്ടാണ്. അപ്പം ഇതിന്റെ സമയത്താണ് അന്ന് അവിടെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ എന്ന് തോന്നുന്നു, അവിടെ കളി നടന്നപ്പോൾ ഇപ്പം ഗ്രൗണ്ടിലൊക്കെ വന്നിട്ട് കുറെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി. SBI ഗോ ബാക്ക്, SBI സ്റ്റോപ്പ് ലെൻഡിങ് ടു അദാനി ഫോർ ദിസ് പ്രോജക്ട്, എൻവയോൺമെന്റൽ വയലേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ എൻവയോൺമെന്റൽ വയലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ്, അത് ക്വീൻസ്ലാൻഡ് ഗവൺമെന്റ് ആണ്. ക്വീൻസ്ലാൻഡ് ഗവൺമെന്റിന്റെ എല്ലാ പേപ്പേഴ്സും അപ്രൂവൽസും ഉണ്ടായിരുന്നു. പിന്നെ പറയാം, അവിടുത്തെ ഓസ്ട്രേലിയൻ അബോർജിൻസിന്റെ ലാൻഡ് കുറെ കേസുണ്ട്, അതിപ്പോഴും പെൻഡിങ് ആണ്. അവിടുത്തെ കോർട്സിലൊക്കെ പെൻഡിങ് ആണ്. ഓസ്ട്രേലിയൻ അബോർജിൻസ്, അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ഇൻഡിജിനിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഓസ്ട്രേലിയൻ അബോർജിൻസ്. ആ കേസുകൾ കുറച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ബാക്കി അദാനി ക്യാൻ മാനേജ് ക്വീൻസ്ലാൻഡ് ഗവൺമെന്റ് ഓൾസോ. ഇന്ത്യയിൽ മാത്രമല്ല, അവർക്ക് അവിടെയും മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലുള്ള ഒരു വലിയൊരു ഒരു ലെവലിൽ അവർ എത്തിയിട്ടുണ്ട്. അപ്പൊ അവർ അതൊന്നും കുഴപ്പമില്ല, അത് അങ്ങനെ പോയി. അപ്പം അങ്ങനെ ഒരു എക്സ്പോഷർ, അല്ലെങ്കിൽ ഞങ്ങൾ നേപ്പാളിൽ ചെയ്തു, അപ്പൊ നമ്മൾ ഭൂട്ടാനിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കുറെ ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടും. അപ്പൊ ഈ രീതിയിലുള്ള എക്സ്പോഷർ. പിന്നെ മണി, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ബാങ്കിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പൊ ലോ ഫേംസ്, ഈ വലിയ ലോ ഫേംസ്, ഇപ്പൊ അമർചന്ദ് മംഗൾദാസ് അല്ലെങ്കിൽ ലുത്ര അല്ലെങ്കിൽ JSA, AZB അല്ലെങ്കിൽ
ട്രൈ ലീഗൽ. അപ്പൊ ഇവരൊക്കെ ഈ ഒരു മേഖലയിൽ ഇവരൊക്കെ വളരെ ആക്റ്റീവാണ്. സോ വി ഡീൽ വിത്ത് ദം. അപ്പൊ ഈ കേസിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ പ്രോജക്ട് ഫിനാൻസിലോട്ട് ഞാൻ പിന്നീട് വരാം. പ്രോജക്ട് ഫിനാൻസിലൊക്കെ എപ്പോഴും ഒരു പ്രോജക്റ്റിന് ഒരു SPV ആയിരിക്കും. SPV മീൻസ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു ഗ്രൂപ്പ് ബിഡ് ചെയ്ത് അല്ലെങ്കിൽ അവർക്കായിരിക്കും ഈ പ്രോജക്ട് കിട്ടുക. ഫോർ എക്സാമ്പിൾ അദാനിക്ക് ഒരു പ്രോജക്ട് കിട്ടി, ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. അത് അദാനി അല്ല ചെയ്ത, ഞാൻ അല്ലെങ്കിൽ പോട്ടെ, മീററ്റ് ടു പ്രയാഗ്രാജ് എക്സ്പ്രസ് വേ അദാനി ചെയ്താണ്. സോ മീററ്റ് ടു പ്രയാഗ് എക്സ്പ്രസ് വേ അദാനിക്കാണ് അതിന്റെ ഇത് കിട്ടിയത്. അപ്പൊ അദാനി എന്ത് ചെയ്യും? ദേ വിൽ ഫോം ആൻ SPV, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനി വിൽ ബി ഇംപ്ലിമെന്റിംഗ് ദ പ്രോജക്ട്. അപ്പം ദ ഡെറ്റ് എവറിത്തിങ് വിൽ ബി ഓൺ ദ ബുക്സ് ഓഫ് ദി SPV. SPVയുടെ ബുക്സിലായിരിക്കും ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ വരിക. SPV ആയിരിക്കും ഇതെല്ലാം ചെയ്യുക. ഈ പ്രോജക്ട് മൊത്തം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് SPV ആണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ ഇംപ്ലിമെന്റിംഗ് ദേ വിൽ ബി ഗിവൺ ദ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓപ്ഷൻ ടു കളക്ട് ടോൾ ഫോർ എ പീരീഡ് ഓഫ് 10 years, 20 years, 30 years ആസ് പെർ ദ സ്റ്റഡീസ്. ഇപ്പൊ ട്രാഫിക് സ്റ്റഡി നടത്തിയിട്ട് അവർക്ക് ഇവർ മുതലാക്കിയ എമൗണ്ട് എത്ര നാളുകൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റും, അവർ ട്രാഫിക് സ്റ്റഡി നടത്തി നോക്കിയിട്ട് അവർ അതിനനുസരിച്ചുള്ള ഒരു ടൈം അവർക്ക് കൊടുക്കും. ഇത്ര നാൾ സോ യു കളക്ട് ടോൾ എക്സ്ക്ലൂസീവ്ലി ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ റോഡ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കും. അപ്പൊ അവർ അവിടുന്ന് ടോളുകൾ, അതാണ് ഈ നമ്മുടെ നാട്ടിൽ ടോൾ കളക്ഷൻ വരുന്നത്. ഇതിലോട്ട് പിന്നെ പോകാം. അപ്പം ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് ഒരു ഫിനാൻസ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ കിട്ടണമെങ്കിൽ യു ഹാവ് ടു മൂവ് ഔട്ട് ഓഫ് കേരള. യു ഹാവ് ടു ലീവ് യുവർ കംഫർട്ട് സോൺ. നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് പല കംഫർട്ടും ഉണ്ടെങ്കിലും ഇങ്ങനെ കുറച്ച് എക്സ്പോഷർ അല്ലെങ്കിൽ ഈ ലോ ഫേംസിലൊക്കെ നമുക്ക് ഇപ്പൊ ഈ ലോ ഫേംസ് ഒരു പ്രോജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഞങ്ങൾ കോർട്ട് വിളിക്കും. അപ്പൊ കോർട്ട് വിളിക്കുമ്പോൾ അവർ 15 lakhs 20 lakhs ഒക്കെയാണ് ഒരു പ്രോജക്റ്റിന് അവർ ചാർജ് ചെയ്യുക. വലിയ പ്രോജക്റ്റിന് 67-80 lakhs വരെയൊക്കെ ചാർജ് ചെയ്യുന്ന പ്രോജക്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ നോർമൽ പ്രോജക്ട്സിന് 10 to 20 അകത്തായിരിക്കും അവരുടെ ഫീ വരുന്നത്. ഒരു ഒപ്പീനിയൻ അവരുടെ ഫീ വരുന്നത് വെച്ചാൽ 2 to 3 lakhs ആണ് ഇവരുടെയൊക്കെ ഒരു ഫീ, ഒരു ഒപ്പീനിയന് ഫീ വരുന്നത്. അപ്പൊ ഈ ലെവലിലാണ് ഇവിടുത്തെ ഈ Tier 1, Tier 2 ലോ ഫേംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരു കരിയർ ഓപ്ഷൻ എന്നുള്ള നിലയിൽ if you have decided to move into this corporate sector or banking finance sector, then ideally, നിർബന്ധമായിട്ടല്ല, ideally you should go to Bangalore or Mumbai അല്ലെങ്കിൽ Bangalore or Delhi. Mumbai ആണ് അതിന്റെ number 1 destination. So you get everything here. Every transaction will be happening here. We are having port, airport, everything. So ഒത്തിരി ഇൻഡസ്ട്രീസ് ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള എക്സ്പോഷറും എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് ഒരു ഏരിയ. അപ്പൊ നിങ്ങൾക്ക് ഈ ബാങ്കിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഇതേപോലത്തെ വെർട്ടിക്കലിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ദെൻ യു ഗെറ്റ് അതർ ഓപ്പർച്യൂണിറ്റീസ് ഓൾസോ. നിങ്ങൾ ഈ ബാങ്കിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ബാങ്കിലോട്ടോ അല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് സെക്ടറിലോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ്, there will be multiple doors which will be opening even without you knocking it. ആ ഒരു അവസരത്തിൽ വരും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത് അവസരങ്ങൾ ഇങ്ങോട്ട് തേടി വരും. ഓൺലി തിങ് നിങ്ങൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇൻ ഡെപ്ത് പോവുക, മനസ്സിലാക്കുക, ട്രാൻസാക്ഷൻ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം ഇതിൻ്റെ അകത്തൊരു കരിയർ ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് പറയുന്ന ബാങ്കിങ് സെക്ടറിലാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഒന്ന് IBPS എക്സാമിനേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് അറിയാം IBPS എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് IBPS. അപ്പൊ IBPS എടുത്ത് അതിന്റെ റാങ്കിങ് അനുസരിച്ചിട്ടാണ് പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ അവർ ലോ ഓഫീസേഴ്സിന് എടുക്കുന്നത്. ഇപ്പം മിക്ക ബാങ്ക്സും ലോ ഓഫീസേഴ്സിന് എടുക്കുന്നത് ഡെപ്യൂട്ടി മാനേജർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെപ്യൂട്ടി മാനേജറിന് അവർ സാധാരണഗതിയിൽ 2-3 വർഷം ആയിരിക്കും എക്സ്പീരിയൻസ് പറയുക. അത് ഡൊമൈൻ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ടോട്ടൽ എക്സ്പീരിയൻസ് മതി. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയോ വർക്ക് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുന്ന ഒരു തസ്തികയിലായിരിക്കും ഈ IBPS ഒക്കെ അവർ എടുക്കാൻ പോകുന്നത്. അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഓഫീസേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ 2-3 സെക്ടർ, ഒന്നെന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ട്, ക്ലറിക്സ്, മെസ്സഞ്ചേഴ്സ്, ക്ലറിക്കൽ സൈഡ് നോക്കുന്ന ഒരു ഹെഡ് മെസ്സഞ്ചർ, അങ്ങനത്തെ കുറെ അവരുടെ സബ് സ്റ്റാഫ് എന്നാണ് പറയുക, ക്ലറിക്കൽ സൈഡ് എന്ന് പറയും. പിന്നെ ഓഫീസേഴ്സ് സൈഡ് ഉണ്ട്. ഓഫീസേഴ്സിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന അസിസ്റ്റന്റ് മാനേജർ എന്നുള്ളതാണ് ഫസ്റ്റ്. ദെൻ കംസ് ഡെപ്യൂട്ടി മാനേജർ. പല ബാങ്കിലും ചിലപ്പം പേര് മാറി തിരിച്ചു, ഈ ഡെസിഗ്നേഷന്റെ പേരൊക്കെ മാറി തിരിഞ്ഞും വരും. ബട്ട് ഇപ്പം അസിസ്റ്റന്റ് മാനേജറാണ് സ്റ്റാർട്ടിങ്. സെക്കൻഡ് ലെവലാണ് ഡെപ്യൂട്ടി മാനേജർ അല്ലെങ്കിൽ ചില ബാങ്കിൽ മാനേജർ. സോ യു റൈറ്റ് IBPS, അതിന്റെ ഒരു ഇത് വരുന്നത് ഡെപ്യൂട്ടി മാനേജറിലാണ് വരുന്നത്. സോ IBPS എഴുതുന്നതിന് നിങ്ങൾക്ക് ഈ ബാങ്കിങ് ലോ ആയിട്ട് അതിൻ്റെ അകത്ത് ലോ മാത്രമല്ല, അതിൻ്റെ അകത്ത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അങ്ങനത്തെ ഇംഗ്ലീഷ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ വരും.
അപ്പൊ അതൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോയും ഇപ്പൊ നമ്മൾ ഈ കോഴ്സിൽ കവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഏരിയാസ്, അല്ലെങ്കിൽ പിന്നെ എളുപ്പമുള്ളൊരു കാര്യം ഞാൻ പറയാം. ബാങ്കേഴ്സ് എഴുതുന്ന ഒരു പരീക്ഷ ഉണ്ട്, CAIIBയും JAIIB എന്ന് പറഞ്ഞിട്ട് ഒരു 2 സർട്ടിഫിക്കേഷൻ കോഴ്സ് ബാങ്കേഴ്സ് ചെയ്യും. CAIIB, JIB എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലെവൽ, അത് കഴിഞ്ഞ് CAIIB. ഇതിന്റെ ബുക്സ് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതിന്റെ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു പേപ്പർ ലോ ആണ്. ഈ ലോ എന്ന് പറഞ്ഞാൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത ലോസ് മാത്രമേ ഉള്ളൂ. സോ ഇഫ് യു ബൈ ദാറ്റ് ബുക്ക്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബാങ്കിങ്, ദാറ്റ് ബുക്സ് നെയിം ഇസ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബാങ്കിങ്. അപ്പൊ ഈ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഫോർ CAIB, അപ്പൊ ഇപ്പൊ എനിക്കറിയില്ല JIBയിലാണോ CIBയിലാണോ അറിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് നൗ മൂവ് ടു CIB ബുക്സ് നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മാത്രം ഏരിയാസ് വന്നിരുന്ന ഒരു ബുക്കാണ്. അപ്പൊ അതിൻ്റെ അകത്ത് കുറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കുറെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലീഗൽ സൈഡും അതിൻ്റെ അകത്ത് ഉണ്ടാവും. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു എ ഗുഡ് എക്സ്റ്റെൻഡ്. അപ്പൊ ആ ബുക്ക് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നല്ലതാണ് ഇത്. ദെൻ കംസ് SBI. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡോണ്ട് ഗോ വിത്ത് IBPS ആൻഡ് ഓൾ. SBIയിൽ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. അപ്പൊ അതിൻ്റെ അകത്തും ഇംഗ്ലീഷും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ ലോയും ഉണ്ടാവും. പക്ഷെ ഇംഗ്ലീഷും അതിന് ബാക്കി ആ സൈഡിൽ ജസ്റ്റ് ഇറ്റ്സ് ഫോർ just you need to just get that cut off mark. അതിന്റെ മാർക്ക് മറ്റേ റാങ്കിങ്ങിനൊന്നും നോക്കില്ല, ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ ലെവൽ നിങ്ങൾ കിട്ടിയാൽ മതി. സോ യുവർ എൻറ്റയർ തിങ് വിൽ ബി assessed on the basis of the mark you will be getting on the law paper. അപ്പം SBIയിൽ നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്ന ഇപ്പൊ ഞങ്ങളൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഉണ്ടാവും, മേ ബി ഇൻ നെക്സ്റ്റ് 2-3 months ഉണ്ടാവും. അത് വലിയൊരു നമ്പറാണ്, എനിക്ക് 100 കൂടുതൽ ആൾക്കാർ എടുക്കുന്നുണ്ട്. അപ്പൊ അത് ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലാക്കണം. പക്ഷെ ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 4 വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഇത് വെച്ചേക്കുന്നത് 3-4 ആണ്. അപ്പം ആ ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടാവും ലോ ഓഫീസറിന്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പൊ ഇതിന്റെ ഒരു നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ബാങ്കിലൊക്കെ നിങ്ങൾ കയറുവാണെങ്കിൽ ദ പോസിറ്റീവ് സൈഡ് ഈസ് ദാറ്റ് യു വിൽ ബി ഫിനാൻഷ്യലി യു വിൽ ബി സെറ്റിൽഡ്. നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ട് സെറ്റിൽഡ് ഞാൻ പറയാൻ കാരണം, നമുക്ക് സാധാരണഗതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വീട്ടുകാർക്കോ നമുക്കോ എന്തെങ്കിലും ഒരു ഫിസിക്കലി ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ഒരു ഫിനാൻഷ്യലി നമ്മൾ പ്രശ്നമാണ് ഇവിടെയാണെങ്കിലും. ഇപ്പൊ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, എന്നാലും അപ്പം ബാങ്കിലാണെങ്കിലും ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി SBI, നിങ്ങളോ നിങ്ങളുടെ ഡിപ്പെൻഡൻസിനോ എന്ത് പറ്റിയാലും കംപ്ലീറ്റ് ചികിത്സ, ഈവൻ അതിൻ്റെ അകത്ത് അഡ്മിറ്റ്, ഇപ്പം ചിലതിൻ്റെ അകത്തൊക്കെ അഡ്മിറ്റ് ചെയ്താലേ കിട്ടുള്ളൂ പല ബാങ്കിലും. പക്ഷെ SBIയിൽ അങ്ങനെയല്ല, നിങ്ങൾ അഡ്മിറ്റ് ചെയ്യൊന്നും വേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറിനെ കണ്ട് മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ആൻഡ് സബ്മിറ്റ് ദ ബിൽസ് ആൻഡ് യു വിൽ ഗെറ്റ് ദ റിയംബേഴ്സ്മെന്റ്. ഇനി SBIക്ക് തന്നെ ഡോക്ടേഴ്സും ഫാർമസി എല്ലാം വലിയ വലിയ ഓഫീസിലെല്ലാം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഡോക്ടേഴ്സ് ഉണ്ട്. SBIയുടെ ഡോക്ടേഴ്സ് ഉണ്ട്, SBIക്ക് ക്ലിനിക്സ് ഉണ്ട്, വലിയ ഓഫീസസ് എൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പം അവിടെ എല്ലാ എക്സ്പേർട്സും മറ്റേ മൾട്ടി സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് എല്ലാം വരും, അവരെ അവിടെ പോയി കാണാം. അപ്പം പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പം ഈ മെഡിക്കൽ സൈഡ് വിൽ ബി കംപ്ലീറ്റ്ലി കവേർഡ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇപ്പം ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ഇപ്പം എൻ്റെ ഒരു കൊളീഗിനെ ഈ അടുത്തിടയ്ക്ക് നടത്തിയുള്ളൂ. സോ ബാങ്ക് പെയ്ഡ് ഇറ്റ്, 15 lakhs 16 lakhs എന്തോ ആയി, ബാങ്ക് പെയ്ഡ് ഇറ്റ്. അത് ഡയറക്റ്റ് ആയിട്ട് ദർ വിൽ ബി ഹോസ്പിറ്റൽസ് with whom we will be having direct relationship, so we'll tie up, so we'll be directly paying it to the hospital concern. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു മെഡിക്കൽ സൈഡ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. പിന്നെ ബാക്കി ഒത്തിരി ബെനിഫിറ്റ്, നിങ്ങൾക്ക് പെട്രോൾ മാസം 100 ലിറ്റർ പെട്രോൾ, അത് ഇത് പത്രം, ജോലിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ, വീട്ടിൽ ഇലക്ട്രോണിക്സ് വാങ്ങിക്കാം, ഫർണിച്ചർ വാങ്ങിക്കാം, ഒന്നും തിരിച്ചു കൊടുക്കണ്ട. അപ്പൊ ഇത് ഇടക്കിടക്ക് ഇതൊക്കെ കിട്ടും, ശമ്പളം അല്ലാതുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സൈഡ് വിൽ ബി സെറ്റിൽഡ് ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും ഈ ട്രാൻസ്ഫർ കിട്ടുന്നതും ഇത് കൊണ്ടുപോകാനും എല്ലാ പൈസയും ബാങ്ക് തന്നെ തരും. നിങ്ങൾക്ക് 5 പൈസ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ വാടകയ്ക്കാണ് ഒരു സ്ഥലത്ത് പോയി താമസിക്കുന്നെങ്കിൽ വാടകയും ബാങ്ക് തന്നെ തരും, അല്ലെങ്കിൽ ക്വാർട്ടേഴ്സ് തരും, ഇതിൽ ഏതെങ്കിലും ഒന്നും തരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ സൈഡ്, നിങ്ങൾക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാശ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കി താമസം, മെഡിക്കൽ, ഇതെല്ലാം ബാങ്ക് ടേക്ക് കെയർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു ഫിനാൻഷ്യൽ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ട്രാൻസ്ഫർ ആണ്. ഒരു സ്ഥലത്ത് കുറച്ച് നാൾ കഴിയും, ചിലപ്പോൾ അടുത്ത സ്റ്റേറ്റിൽ പോകേണ്ടി വരും, ചിലപ്പോൾ ഒറീസയിലായിരിക്കും പറയും ഓക്കെ നെക്സ്റ്റ് കൽക്കട്ട, അല്ലെങ്കിൽ തമിഴ്നാടു, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പല സ്ഥലത്തോട്ട് മൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഫാമിലിക്ക് ഒരു ചിലപ്പം ഡിസ്റ്റർബൻസ് ആയിന്ന് വരും. ഫാമിലിയിൽ ഇപ്പൊ 2 പേരും വർക്ക് ചെയ്യുന്ന ഫാമിലി ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല മിക്കപ്പോഴും, എല്ലാവർക്കും അല്ല, പലർക്കും. ഇപ്പൊ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടേ ഇല്ല,
മീൻസ് ആഫ്റ്റർ ജോയിനിങ് SBI ഞാൻ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്തപ്പോൾ ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു ഒരു 2.5 വർഷം. മെറൈൻ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഐ എം ഫ്രം ട്രിവാൻഡ്രം ബേസിക്കലി. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തിട്ടില്ല, ബട്ട് ഐ വാസ് വർക്കിംഗ് ഇൻ കൊച്ചിൻ ഫോർ ഓൾമോസ്റ്റ് 2.5 years. Thereafter I moved to Mumbai. I came to Mumbai in the year 2013. അപ്പം 13 കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ നാട്ടിൽ പോയിട്ടില്ല. മീൻസ് എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേസമയം എനിക്ക് ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ഫോർ ദ ലാസ്റ്റ് 11-12 years ഐ ബീൻ ഇൻ മുംബൈ ഉണ്ട്. അപ്പൊ എനിക്ക് വളരെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായില്ല. മുംബൈ ഇസ് ഓക്കെ, ഫൈൻ. ഇപ്പൊ നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ മൂവ് അറൗണ്ട് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ബട്ട് ഓവറോൾ ഇഫ് യു check, it's better. You get more exposure. You'll come to know more things. You'll come to meet more people. ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് വിചാരിക്കും അവിടെയാണ് കൂടുതൽ കാര്യങ്ങൾ, അവിടെ എല്ലാം ഉണ്ട്, സെൽഫ് സഫിഷ്യന്റ് ആണെന്ന്. മലയാളികളുടെ ഇടയിൽ എനിക്കും അങ്ങനെ ഒരു ചിന്ത എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ വൺസ് ഐ കെയിം ഔട്ട് ഓഫ് കേരള ദെൻ ഐ അണ്ടർസ്റ്റുഡ്. സോ ഒത്തിരി കാര്യങ്ങൾ മറ്റ് ഇപ്പൊ വെളിയിൽ പോയാൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കും. അപ്പം ഇതാണ് ഈ ഒരു ഏരിയയിലുള്ള ഒരു SBI പറ്റി പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ, കരിയർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ വൺ ഈസ് ആസ് എ ലോ ഓഫീസർ ഇൻ ബാങ്ക്സ് ഓർ ഇൻ കോർപ്പറേറ്റ്. ബാങ്കിൽ മാത്രമല്ല കേട്ടോ, ഒരുവിധപ്പെട്ട എല്ലാ കമ്പനിയിലും ഇപ്പൊ ലോ ഓഫീസേഴ്സിനെ വിളിക്കാറുണ്ട്. ഇപ്പം സോളാർ എനർജി കമ്പനീസ്, അല്ലെങ്കിൽ എനി കമ്പനി, JSW സ്റ്റീൽ, ഞങ്ങൾ ഡീൽ ചെയ്യുന്ന എല്ലാ കമ്പനിയിലും അവർക്കൊരു ലോ ഡിപ്പാർട്ട്മെന്റ്. അപ്പം എവരിവെയർ ലോയേഴ്സ് ആർ റിക്വയർഡ്. പക്ഷെ ചിലടത്ത് ചിലപ്പോൾ പണി കൂടുതലായിരിക്കും, ചിലർക്ക് ശമ്പളം കുറവായിരിക്കും. പക്ഷെ എന്താ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ്. if you what do you call, if you manage to go through that initial struggle എന്ന് പറയുന്നത് ഫിനാൻഷ്യലി അല്ല. നമ്മൾ ഈ ഒരു ഏരിയയിൽ കയറി കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ നിങ്ങൾക്ക് കുറവായിരിക്കും. പക്ഷെ അതർ ഇഷ്യൂസ് ഉണ്ടോ? നിങ്ങൾ എല്ലായിടത്തും യു കനോട്ട് തിങ്ക് ദാറ്റ് എവറിത്തിങ് എവരിവെയർ ഇറ്റ്സ് എ ബെഡ് ഓഫ് റോസസ്. അങ്ങനെ ഒരു ഇഷ്യൂ അല്ല, അങ്ങനെ ഒരു സംഭവമല്ല. അപ്പൊ നമ്മൾ എവിടെ പോയാലും ബുദ്ധിമുട്ട്. ഞാൻ ആദ്യം HDFCയിലാണ്. HDFC ഐ വാസ് നോട്ട് ആക്ച്വലി ഇൻട്രസ്റ്റഡ് ഇൻ ദ വർക്ക് വിച്ച് ഐ വാസ് ഡൂയിങ്. അവിടുത്തെ ജോലിയിൽ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ഞാൻ വിട്ടില്ല. അവിടെ വൺസ് കയറിയതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഗുണമുണ്ടായി. ഫിനാൻഷ്യലി ഒത്തിരി ആവശ്യം പോലെ ഗുണം ഉള്ളൊരു ഇതാണ് എനിക്ക് HDFCയിൽ. ഒരു 2.5 വർഷം ഞാൻ വളരെ ബുദ്ധിമുട്ടായി. ജോലിയുടെ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു അവിടെ. പക്ഷെ ഇടയ്ക്ക് വിടണോ, തിരിച്ച് പ്രാക്ടീസ് ചെയ്യണോ എന്നൊക്കെ ചിന്ത വന്നാണ്. പിന്നെ ഞാൻ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ഗുണമുണ്ട്. ഇടയ്ക്ക് SBI ഫെഡറൽ ബാങ്ക് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ എക്സാം കിട്ടി. അങ്ങനെ നേരെ ഫെഡറൽ ബാങ്കിലോട്ട് പോയി. ദെൻ ഫെഡറൽ ബാങ്കിൽ ഇറ്റ് വാസ് ഗുഡ്, ജോബ് പ്രൊഫൈൽ വാസ് ഗുഡ്, എവറിത്തിങ് വാസ് ഗുഡ്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് SBI എനിക്ക് ഒരു 2 സ്കെയിൽ എക്സ്ട്രാ മറ്റേ മേളിൽ ജമ്പ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ കിട്ടി. അത് കിട്ടി. സോ അപ്പൊ അങ്ങനെ കിട്ടിയപ്പം ദെൻ അഗെയിൻ ഇറ്റ്സ് വെരി ഗുഡ്. And fortunately, I got appointment in one of the biggest verticals in SBI, which is called the Commercial Clients Group. അവിടെയായിരുന്നു എയർ ഇന്ത്യയുടെ അക്കൗണ്ട്, എൻ്റെ കയ്യിലായിരുന്നു ജെറ്റിന്റെ അക്കൗണ്ട് ഒക്കെ, ഞങ്ങളുടെ ഓഫീസിലായിരുന്നു ആ അക്കൗണ്ട്സ് എല്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴോ 2018 വരെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രോജക്ട് ഫിനാൻസിലോട്ട് പോയത്. പ്രോജക്ട് ഫിനാൻസിലും ഇറ്റ് വാസ് എ വെരി വെരി എക്സ്ട്രീംലി ഗുഡ് എക്സ്പീരിയൻസ്. നൗ ഐ ആം ഇൻ ദ ലോ ഡിപ്പാർട്ട്മെന്റ്, മെയിൻ ലോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് SBI. സോ there it's all policy related matters, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ്സ് ഗുഡ്, സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ്. അപ്പം ഇതാണ് നിങ്ങൾക്ക് ബാങ്കിലൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞുതരാം. അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയാം. ദെൻ ദർ ഈസ് അനദർ തിങ്. ഇതിൻ്റെ ഒരു ടോപ്പിക്സിലേക്ക് വരുവാണെങ്കിൽ LC, BG, SBLC, ICC എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എനിവൺ ഹേർഡ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്? എന്ന ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? ട്രേഡ് ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. ട്രേഡ് ഫിനാൻസ് ഇന്റർനാഷണൽ ട്രേഡിന്റെ ഭാഗമായിട്ട് വരുന്നത്. ട്രേഡ് ഫിനാൻസിൽ വരുന്നതാണ് ഈ ബാങ്ക് ഗ്യാരണ്ടി, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, സ്റ്റാൻഡ് ബൈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ലെറ്റർ ഓഫ് കംഫർട്ട്. ഇങ്ങനത്തെ കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്. ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു ട്രേഡ് ഫിനാൻസ്. ദിസ് ഏരിയ ഇസ് കോൾഡ് ട്രേഡ് ഫിനാൻസ്. ICC is called International Chamber of Finance. International Chamber of Commerce. എന്താണ് LC? എന്താണ് BG? അതറിയായിരിക്കുമല്ലോ. What is guarantee? Simple guarantee. Bank guarantee. What is a normal guarantee? Bank guarantee usually കൂടുതൽ ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് വലിയ വലിയ വർക്ക്സിനൊക്കെ അസൈൻ ചെയ്യുന്നേ. See, guarantee, you all know. I know that you know guarantee. What is a guarantee? So when the bank issues a guarantee, that is called a bank guarantee. So bank ഇപ്പം ഒത്തിരി പേർക്ക് നമ്മുടെ ബാങ്ക് ഈ ക്രെഡിറ്റ് ഫാസിലിറ്റി, ഇതിനെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് ക്രെഡിറ്റ് ഫാസിലിറ്റീസ്.
So we give credit facility to our borrowers based on their strength, integrity. നമ്മൾ assess ചെയ്തിട്ട് we will give credit facilities. ഈ credit facilities can be divided into two. കേട്ടിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. One is fund-based facility, one is non-fund-based facility. Fund-based, non-fund-based ആയിട്ടുള്ള facilities. If you broadly, it can be classified into fund-based facilities. And see, fund-based facility means when we sanction, when we give the facility, we'll be giving funds to the borrower. Paisa കൊടുക്കും. For example, a housing loan. Housing loan is a fund-based facility. നമ്മൾ ഹൗസിംഗ് ലോൺ സാങ്ഷൻ ആയി കഴിയുമ്പോൾ അവന് വീട് വെക്കാൻ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ അയാൾക്ക് പൈസ നമ്മുടെ ബാങ്കിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. സോ ഇറ്റ്സ് എ ഫണ്ട്-ബേസ്ഡ് ഫെസിലിറ്റി. അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനുള്ള ചെലവിനുള്ള പൈസയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പൈസ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ടേം ലോൺ, ഒരു മെഷീനറി വാങ്ങിക്കാൻ ഒരു ടേം ലോൺ കൊടുക്കുകയാണ്. സോ വി ആർ ഗിവിംഗ് ദ മണി ടു ദ പാർട്ടി. സോ ഇറ്റ്സ് എ ഫണ്ട്-ബേസ്ഡ് ഫെസിലിറ്റി. ദെൻ കമ്മിങ് ടു NFB or the non-fund-based facility. Non-fund-based facility നമ്മൾ പൈസ കൊടുക്കില്ല, അല്ലാതെ ചില ഫെസിലിറ്റി കൊടുക്കും. പക്ഷെ അത് after some time it can be converted in, or it will be converted into fund-based facility in a future depending upon a contingency or it's a contingent kind of thing. If something happens, then it becomes a fund-based facility. For example, a bank guarantee. അപ്പൊ നമ്മൾ കുറച്ച് പറയാം, ഓക്കെ 100 rupees ബാങ്ക് ഗ്യാരണ്ടി ഫെസിലിറ്റി ഒരാൾക്ക് കൊടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം, നമ്മളൊരു ബാങ്ക് ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്യും. എന്തിനാ ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്യുന്ന? ഗ്യാരണ്ടി നമുക്ക് സാധാരണ ഇതിൽ പേയ്മെന്റ് ഗ്യാരണ്ടീസും ഉണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗ്യാരണ്ടീസും ഉണ്ട്, പെർഫോമൻസ് ഗ്യാരണ്ടീസും ഉണ്ട്. ഇപ്പം ഒരു സ്ഥലത്ത് ഒരാൾ ഒരു കോൺട്രാക്ട് വർക്ക് എടുക്കാൻ പോവാണ്. അപ്പൊ കോൺട്രാക്ട് വർക്ക്, ഇപ്പം റോഡ് പണി എടുക്കാൻ പോകണം, ഒരു കോൺട്രാക്ടർ ഈസ് ഗോയിങ് ടു ഗെറ്റ് എ കോൺട്രാക്ട് ഫോർ വാട്ട് യു കോൾ കൺസ്ട്രക്ടിങ് എ ന്യൂ റോഡ്. അപ്പൊ ഈ റോഡ് പണിക്ക് പോകുമ്പോഴത്തേക്കും ഗവൺമെന്റ് PWD ആണെന്ന് വെച്ചു. PWD saying that okay, you okay, it's fine, but you submit a bank guarantee from your bank that you will be completing the entire work within the time prescribed. അപ്പൊ അങ്ങനെ വരുമ്പോൾ അയാളുടെ ബാങ്കിന്റെ അടുത്ത് വരും. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും? ഒരു ബാങ്ക് ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്യും ഇൻ ഫേവർ ഓഫ് PWD. PWD will be the PWD will be the beneficiary. അപ്പം PWD അടുത്ത് നമ്മൾ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PWD ഇയാളുടെ കോൺട്രാക്ട് അനുസരിച്ചിട്ട് പണി ചെയ്യും. ഇഫ് ഹി ഈസ് കമ്മിറ്റിംഗ് എനി ഡിഫോൾട്ട് ഓർ ഇഫ് ഹി ഈസ് നോട്ട് കംപ്ലീറ്റിംഗ് ദി വർക്ക് വിത്തിൻ ദ ടൈം പ്രിസ്ക്രൈബ്ഡ്, then you can invoke the guarantee, and upon invocation I will make the payment of 100 rupees, whatever it is. എത്ര എമൗണ്ടാ പറഞ്ഞേക്കുന്നത് ആ എമൗണ്ട്. അപ്പം ബാങ്ക് ഗ്യാരണ്ടിയിൽ അപ്പൊ ഈ കോൺട്രാക്ടർ പണി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ PWD ബാങ്ക് ഗ്യാരണ്ടി ഇൻവോക്ക് ചെയ്യുമ്പോൾ ഈ പൈസ എടുത്ത് നമ്മൾ PWDക്ക് കൊടുക്കും. അപ്പൊ ഈ പൈസ നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു ഫണ്ട് ബേസ്ഡ് ആയിട്ട് മാറും. പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. ദെൻ വിൽ ആസ്ക് ദി കോൺട്രാക്ടർ ടു പേ ഇറ്റ് ബാക്ക്. അപ്പം ഇതാണ് ബാങ്ക് ഗ്യാരണ്ടി.